കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബോട്ട് ഡ്രില്ലിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് മസ്റ്റർ ചെയ്യുന്നതെന്നും ഹെഡ് കൗണ്ട് എടുക്കുന്നതും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതും എല്ലാം വിശദമായിട്ട് കാണിച്ചു തന്നു. അതേപോലെ തന്നെ 3 മാസത്തിൽ ഒരിക്കൽ ഈ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അതിന്റെ സ്പ്രിംഗ്ലർ സിസ്റ്റം, അതേപോലെ എഞ്ചിൻ, ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്തതായിട്ടുള്ള ഒരു റെഗുലേഷൻ കൂടി ഉണ്ട്. സാറ്റർഡേ ആയിട്ട് നമ്മൾ ഇന്ന് ബോട്ടിൽ ഓവർ ചെയ്യാൻ പോകണം. സാറ്റർഡേ ഡ്രില്ലൊക്കെ ചെയ്യുന്ന ദിവസമാണ് സാറ്റർഡേ. ലൈഫ് ജാക്കറ്റ് ഒക്കെ വെയർ ചെയ്തു, എല്ലാവരും മസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ബോട്ടിൽ ഓവർ ചെയ്യാൻ പോകണം. നമ്മുടെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊരു കാര്യം, കപ്പൽ മുങ്ങുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഈ ഒരു ലൈഫ് ബോട്ട് ആൾക്കാരെ രക്ഷിച്ചതിൽ കൂടുതൽ അബാൻഡൻ ഷിപ്പ് ഡ്രില്ല് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആക്ച്വൽ എമർജൻസിയിൽ ഇത് ലോവർ ചെയ്യുന്ന സമയത്തോ ആക്സിഡൻ്റ് ആയിട്ട് ആൾക്കാർ മരണപ്പെട്ടിട്ടോ ഇഞ്ചേർഡ് ആകുകയോ ചെയ്തിട്ടാണ് ഉള്ളത്. അത് കാരണം ബോട്ട് 2-3 പ്രാവശ്യം ലോവറും അപ്പും ചെയ്ത ശേഷം മാത്രമേ ഞാൻ ആൾക്കാരെ അതിൽ കയറാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ ബോട്ട് ലോവർ ചെയ്യുന്നത് ഈ വിഞ്ച് ഉപയോഗിച്ച് മാത്രമല്ല കേട്ടോ. നമുക്ക് ബോട്ടിനകത്തിരുന്നിട്ട് ഒരു റിമോട്ട് വയറുണ്ട്, അത് വലിച്ചിട്ട് കൂടി നമുക്കിത് ലോവർ ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വൽ എമർജൻസി വരുന്ന സമയത്ത് അബാൻഡൻ ഷിപ്പ് ഡ്രില്ലിൽ ആൾക്കാരൊക്കെ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് റിമോട്ട് ഓപ്പറേറ്റിംഗ് വയർ വലിച്ചിട്ടാണ് ലൈഫ് ബോട്ട് ലോവർ ചെയ്യുന്നത്. കപ്പലിന് തീ പിടിച്ച സമയത്താണ് ഈ ബോട്ട് വെള്ളത്തിലോട്ട് ലോവർ ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിൽ ടച്ച് ആയ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സാധനമാണ് സ്പ്രിംഗ്ലർ. അതായത് ബോട്ടിന് ചുറ്റും വെള്ളത്തിൻ്റെ ഒരു സ്പ്രേ, ഫയർ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ലൈഫ് ബോട്ട് ഡ്രില്ല് കഴിഞ്ഞു. ഓരോ 3 മാസത്തിൽ നമ്മൾ ലൈഫ് ബോട്ട് ലോവർ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സ്പ്രിംഗ്ലറും എഞ്ചിനൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ചെയ്ത കാരണം പിന്നെ 3 മാസം കൂടിയായി. അപ്പോൾ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തു. എല്ലാവരും ഡിസ്മിസിലാണ്, റൂമിൽ പോയി ഇനി അവരവരുടെ ജോലി. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ഒരു കമൻറ്റ് കൂടി തരാൻ മറക്കരുതേ.